സത്യവും കഴിക്കാം. കർത്താവ് നമുക്കതിനായിട്ട് കൃപ പകരുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ എനിക്ക് അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ക്രിസ്ത്യനെ ചിന്തിക്കാനുള്ള സമയമാണല്ലോ. ക്രിസ്ത്യനും 2-ാം അധ്യായം അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെയുള്ള വരെ നമ്മൾ ചിന്തിച്ചു നിർത്തി. 15 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 14 വരെ വായിച്ചു. വീണ്ടും കൊലോസ്ലേഖനം പഠനം തുടരുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്നതായ വിഷയങ്ങളും മെയിൻ പോയിന്റ്സുകളും നമ്മൾ ചില ആഴ്ചകളിലൊക്കെ കൂടുതൽ സമയം ചിന്തിക്കുന്ന ഭാഗങ്ങളും ഒക്കെ നമ്മുടെ വിഷയത്തിൽ കടന്നു വരാറുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ദൈവവചനം തിട്ടമാകുവാൻ കാരണമാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് കരുതുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ 2-3 പോയിന്റുകൾ എടുത്തു പറഞ്ഞത്. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ എടുത്തു പറയുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ആരും നിങ്ങളെ ചതിക്കരുത്. 2, ആരും നിങ്ങളെ കവർന്നു കളയരുത്. 3, ആരും നിങ്ങളെ വിധിക്കരുത്. No one will deceive you. Don't let anyone deceive you. Don't let anyone capture you. Don't let anyone condemn you. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മള് ദൈവത്തിന്റെ പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങള്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം ആരും നമ്മളെ ചതിക്കാതിരിക്കാനുള്ളത് നമ്മൾ ചിന്തിച്ചു. ആരും നമ്മളെ കവർന്നു കളയരുത്. വീണ്ടും നമ്മൾ ചിന്തിക്കുന്ന ആരും നമ്മളെ വിധിക്കരുത്. Don't let anyone condemn you. അത് അപ്പോസ്തലൻ കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുകയാണ്. ചതിക്കപ്പെടാൻ യഥാർത്ഥ ചതി എന്താണെന്ന് നമ്മൾ ചിന്തിച്ചതാണ്. നിസ്സാരമായ കാര്യങ്ങൾ നമ്മളെ ചതിക്കുന്നതോ, 100 രൂപയ്ക്ക് വേണ്ടി നമ്മളെ അവിടെ ആരെങ്കിലും കള്ളം പറഞ്ഞ് മേടിക്കുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ പറഞ്ഞ ചതിയൊന്നുമല്ല യഥാർത്ഥ ചതി. യഥാർത്ഥമായ വഞ്ചന എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു. അത് ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്ന, ക്രിസ്തുവിനെ നമ്മളെ അകറ്റിക്കളയുന്ന ആ ചതി, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കവർന്നു കളയുന്ന, നമ്മളെ ക്യാപ്ചർ ചെയ്ത് കളയും. അങ്ങനെ ഒരാളെ അടിമപ്പെടുത്താൻ എന്ത് വേണം? ആ ആളിലുള്ള ബലവാനായവരെ അടർത്തി മാറ്റിയാൽ മതി. അപ്പൊ നമ്മുടെ മേലുള്ള കർത്തൃത്വം, നമ്മുടെ ഉള്ളിൽ വാഴുന്ന ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളഞ്ഞാൽ നമ്മളെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്, നമ്മളെ ആരും വിധിക്കാൻ, don't let anyone condemn you. ഈ കണ്ടംനേഷൻ അല്ലെ കണ്ടം ചെയ്യാന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മുടെ മലയാളത്തിൽ വിധിക്കരുത്, ഇംഗ്ലീഷില് don't let anyone condemn you. എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് ചോദിച്ചാൽ, കുറ്റക്കാരനെന്ന് പറഞ്ഞ് ശിക്ഷ വിധിക്കുന്നതിനാണ് കണ്ടംനേഷൻ എന്ന് പറയുന്നത്. കണ്ടം ചെയ്യുക, വിധിച്ച് തള്ളുക. ഇനി ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല, കണ്ടം ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ആളെ കുറ്റക്കാരനെന്ന് ശിക്ഷ വിധിച്ച് തള്ളിക്കളയുക, ശിക്ഷ വിധിക്കുകയാണ്. അതുകൊണ്ട് ആരും നിങ്ങളെ, നമ്മുടെ വേർഷനില് 16-ാമത്തെ വാക്യം 3:2-16. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ, നമ്മുടെ അത് ഭക്ഷണപാനങ്ങൾ അല്ലേ, ഭക്ഷണപാനീയങ്ങളാണ്. ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പൊ യഥാർത്ഥമായിട്ട് അവിടുത്തെ വേർഡ് കണ്ടം ചെയ്യരുത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുന്നു, അപ്പോസ്തലൻ ഇത്രയും ആഴമായി കൊലോസിലുള്ള വിശ്വാസികളോട് ഈ ദൈവവചനം പഠിപ്പിക്കുന്നതിന്റെ പിന്നിലെ കാരണം കൊരിന്ത്യരെ കുറിച്ചുള്ള തന്റെ കൺസേൺ അത് തന്നെയായിരുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് അവർ തെറ്റിപ്പോകുമോ? അതാണ് ഏറ്റവും വലിയ ചതി. സാത്താൻ ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളെ, അപ്പോസ്തലന്മാരൊക്കെ ചതി എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത്. നമ്മള് അത് ചിന്തിച്ചു അല്ലെ? നമ്മുടെ ആത്മീയ തലമുറയിൽ ഇപ്പം ചതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും വന്നു, അല്ലെ ഒരു സഹായം ചോദിച്ചു ചെയ്തു, അവർ പിന്നീട് നമ്മളോട് നിന്നിട്ട് ചതിച്ചു, അതൊക്കെ നമ്മൾ വലിയ ചതിയായിട്ട് കാണും. മനുഷ്യരാരെങ്കിലും ഒന്ന് ഏറി കുറച്ച് പറയുന്നതോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നന്മ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിളിക്കുമ്പോൾ വരാതെയോ, അല്ലെങ്കിൽ നമ്മളോട് നിൽക്കാതെയോ, നമ്മളെ പള്ളു പറയുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ വലിയ, അതൊന്നുമല്ല ചതിയൊന്നും ദൈവം കാണുന്നത്. അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. നമുക്ക് നന്മ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഏത് തിരിച്ചടികളും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. പക്ഷെ ഈ ചതിക്ക് പ്രതിഫലമല്ല, പ്രതിഫലം നഷ്ടപ്പെട്ടു ചതിക്കപ്പെട്ടാൽ. അതുകൊണ്ട് പറഞ്ഞ ആരും നിങ്ങളെ ചതിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അത് നമ്മൾ ചിന്തിച്ചു. ആരും നിങ്ങളെ ചതിക്കരുത്. 2, ആരും നിങ്ങളെ കവർന്നു കളയരുത്. Don't let anyone capture you. നമ്മളെ കവർന്നു കളയുന്നത്
ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ നമ്മളെ അകറ്റിയാൽ മതി. ഒരാൾക്ക് നമ്മളെ കവരണമെങ്കിൽ, ഒരു ദുരുപദേശം നമ്മളെ പിടിച്ചടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ ആയിത്തീരണമെങ്കിൽ കർത്താവ് യേശുവിന്റെ കർത്തൃത്വത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം ഒന്നും നമ്മളെ കവർന്നു കളയാൻ. അപ്പൊ യേശുവിലുള്ള നമ്മുടെ ഏകാഗ്രതയും യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിലുള്ള നമ്മുടെ വാസവും ആ മുന്തിരിവള്ളിയും കൊമ്പും കൂടെ ഒന്നിച്ചു വസിക്കുന്ന ആ വാസത്തിന് ഒരു മാറ്റം വന്നാൽ ഉറപ്പായിട്ട് നമ്മളെ കവർന്നു കളയാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഭയപ്പെടുന്നത്. കൊരിന്ത്യരെ കുറിച്ച് ഭയപ്പെട്ടു, കൊളോസിയിലെ വിശ്വാസത്തെ കുറിച്ച് ഭയപ്പെട്ടിട്ട് അത് എഴുതുന്നത്. അപ്പൊ ഈ കാര്യം നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്തു വില കൊടുത്തു അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടുത്തി, ഇനി എന്തെല്ലാം നഷ്ടമായാലും എന്തെല്ലാം നേടിയെന്നുമാണ് ഇവിടുത്തെ വിഷയം. നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള കർത്തൃത്വത്തിൽ നിന്ന്, അവനുള്ള ഏകാഗ്രതയിൽ നിന്ന് ഒരടി പോലും പിന്മാറുവാൻ ഒന്നിനെയും ആരെയും നമ്മൾ അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തികച്ചും സേഫ് ആയിരിക്കും, സെക്യൂറായി. അതിനുപദേശങ്ങള് കൊളോസ്യ സഭയില് ദുരുപദേശങ്ങളാൽ അവരെ ചതിക്കാനും കവർന്നു കളയാനും ഒക്കെ ശ്രമിച്ചു. അതുപോലെ തന്നെ അവര് വിധിക്കപ്പെടാനുള്ള സാധ്യത കണ്ടു. എങ്ങനെ വിധിക്കപ്പെടാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരാണ്, അതുകൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ഇതാണ് വിധിക്കുക എന്ന് പറയുന്ന അർത്ഥം. ഇവിടെ പറയുന്ന വിധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ആ ടീച്ചിങ് ആണ് ഇവർക്ക് കൊടുക്കും. വിശ്വാസികളുടെ ഉള്ളിൽ എന്ത് കൊടുക്കും? അല്ലാതെ അതിന് വന്നിട്ട് ഈ ദുരുപദേശക്കാരെന്നിവരെ വിധിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. എങ്ങനെയാ വിധിക്കുന്ന അറിയാമോ? ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം ഉദ്ദേശിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങൾ പ്രമാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ കുറ്റക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ ഒടുവിൽ എന്തിന് ശിക്ഷാവിധിക്ക് യോഗ്യരാകുമെന്നുള്ള ശിക്ഷാവിധിയുടെ ഭയം ആറുള്ളിലിടും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ. ഇത് നമ്മുടെ സഭയിൽ ഒരു കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്ന് ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഇങ്ങനെ പോയാൽ നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള ഒരു ടീച്ചിങ് നമ്മുടെ സഭയിൽ വരെ സമയത്ത് ചിലർ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പം ആ സമയങ്ങളിൽ നമ്മുടെ വിശ്വാസികൾ പരസ്പരം ചോദിച്ചതും പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും പോത്തില്ലോ. നീതിക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും പരസ്പരം ഒരു പ്രത്യാശയല്ല, പിന്നെയോ സംശയവും നിരാശയും. അപ്പൊ പക്ഷെ എന്ത് സംഭവിച്ചു? സത്യോപദേശത്താൽ നമ്മൾ ആ ദുരുപദേശത്തെ ഖണ്ഡിച്ചു, അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് റാഡിക്കേറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ സഭയിൽ നിന്ന് അതിനെ നീക്കിക്കളഞ്ഞു. വസൂരിയൊക്കെ റാഡിക്കേറ്റ് എന്ന് പറയുന്ന പോലെ അതിനെ ശരിക്കും നിർമ്മാർജ്ജനം ചെയ്തു കളഞ്ഞു. അതെങ്ങനെയാ നിർമ്മാർജ്ജനം ചെയ്തത്? സത്യവചനത്താൽ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ തുടങ്ങി? പെയ്യെ നമ്മളെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയത്, നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരാൻ തുടങ്ങി. വിശ്വാസമുള്ള രീതികൾ അങ്ങോട്ട് മറന്നിട്ട് പ്രവൃത്തിയെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങിയപ്പോൾ ശക്തമായി നമ്മുടെ സഭ അതിനെ എതിർത്തു, അല്ലെങ്കിൽ ദൈവസഭ ആ ദുരുപദേശത്തെ തിരിച്ചറിഞ്ഞു. ഞാനിത് പറയാൻ കാര്യം, ഈ വിധിക്കരുത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം എന്നുകൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 14-ാം വാക്യത്തിൽ ചിന്തിച്ചു, അതിക്രമങ്ങളിലൊക്കെ നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് അതിന്റെ അർത്ഥമെന്ന്. നയപ്രമാണത്തിന്റെ ചട്ടങ്ങൾ നമ്മൾ അനുസരിക്കണം, ഇല്ല ആ അനുഷ്ഠാനങ്ങളുടെ ലംഘനം നമ്മൾ നടത്തി എന്ന ചാർജ് നമുക്കെതിരെ ഉണ്ടായിരുന്നു, കുറ്റപത്രം. നയപ്രമാണം അനുസരിച്ചിട്ടില്ല, നയപ്രമാണം പറയുന്ന കൽപ്പനകളും ചട്ടങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അനുഷ്ഠാനങ്ങളുടെ ലംഘനം നടന്നതുകൊണ്ടാണ് അതിനാണ് ഇവിടെ പറയുന്നത്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുഷ്ഠാനങ്ങളുടെ ലംഘനത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ലിഖിതങ്ങളെ അവിടുന്ന് മായിച്ചു കളഞ്ഞു. നമുക്കെതിരെ ഉണ്ടായിരുന്ന ആ കുറ്റപത്രത്തെ കാൽവറി ക്രൂശിൽ കർത്താവ് മായിച്ച് കളഞ്ഞു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത്. അവനോട് ചേരുവാൻ സ്നാനമേറ്റ് പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ അടക്കപ്പെട്ട് യേശു ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ ജീവിക്കുന്ന പോലെ പുതുമനുഷ്യനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ അറിഞ്ഞിരിക്കണം, അവരെ ഇനിയും ആരും കുറ്റം വിധിക്കാൻ അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഒടുക്കരുത്. കാരണം ആ ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്നുള്ള സത്യ അപ്പോസ്തലനിലൂടെ പറയുകയാണ്. അപ്പൊ എന്താണ് ഈ കൈയെഴുത്ത് വായിച്ചെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അനുഷ്ഠാനങ്ങൾ ലംഘിച്ച കൽപ്പന ലംഘികൾ എന്ന കുറ്റപത്രമുള്ളവർ.
നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ, ന്യായപ്രമാണത്തെ ലംഘിച്ച കൽപ്പന ലംഘികളാണ് എന്നുള്ള കുറ്റപത്രം നമുക്ക് വിരോധവും പ്രതികൂലമായ ലിഖിതപത്രം. അത് അവിടുന്ന് മായിച്ചു കളയുകയും ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. എന്നിട്ടാണ് അവിടെ പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെട്ടിച്ചു. അല്ലെങ്കിൽ അവിടുന്ന് കർത്താവ് എന്ത് ചെയ്തു? ഭരണങ്ങളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചെന്ന് വെച്ചാൽ ഡിസാം ചെയ്തു, അല്ലെങ്കിൽ നിരായുധരാക്കി. അവരുടെ ആയുധം എന്തുവായിരുന്നു? നമുക്കെതിരെയുള്ള കുറ്റപത്രം, അധികാരങ്ങൾ. എങ്ങനെയാണ് ഈ സ്പിരിച്വൽ അതോറിറ്റീസ് ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: He cancelled the record of the charges against us. ക്രൂശിൽ തറച്ച് നീക്കി എന്ന് പറഞ്ഞാൽ നമുക്കെതിരെയുള്ള കുറ്റപത്രത്തിന്റെ ആ എഴുത്ത്, ആ ലിഖിതം, ആ റെക്കോർഡ് ക്യാൻസൽ ചെയ്തു. And took it away by nailing it to the cross. കർത്താവ് തന്റെ കാൽകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ, തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ അതോടൊപ്പം എന്ത് സംഭവിക്കുക? തന്നിൽ വിശ്വസിക്കുന്നവർക്കെതിരെയുള്ള സകലവിധമായ കുറ്റപത്രത്തെ അവിടെ തറയ്ക്കുകയായിരുന്നു. അതാണ് അവിടെ അവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ട് പറയുകയാണ്, ഇൻ ദിസ് വേ, ഈ വണ്ണം, ഈ രീതിയിൽ, ഇങ്ങനെ ഈ രീതിയിൽ he disarmed the spiritual rulers and authorities. അല്ലെങ്കിൽ ആത്മീകം അല്ലെങ്കിൽ മതപരം എന്ന് പറയുന്ന എല്ലാ അധികാരങ്ങളെയും ഈ വണ്ണം കർത്താവായ യേശു കാൽവരി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു, അല്ലെങ്കിൽ നിരായുധരാക്കി. അനുഷ്ഠാന ലംഘികൾ എന്നുള്ള അവരുടെ ആയുധത്തെ, ആ അനുഷ്ഠാന ലംഘനമാണ് നമ്മളെ ശിക്ഷാവിധിക്ക് യോഗ്യരാക്കുന്നത്. അങ്ങനെയുള്ള ആ ആയുധത്തെ, നമുക്കെതിരെ ഉയർത്തുന്ന കുറ്റപത്രത്തെ, അതിനെ നിരായുധരാക്കി, അല്ലെങ്കിൽ ഡിസാം ചെയ്ത് അവരെ പരസ്യമായ ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാണ്. He shamed them publicly by his victory over them on the cross. ഇത് അപ്പോസ്തലനായ പൗലോസിന് ഈ കാൽവരി ക്രൂശിൽ നടന്ന ദൈവ പദ്ധതിയുടെ മഹത്തായ ആ മർമ്മം. അപ്പോസ്തലനെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കൊലോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, in Christ lie hidden all the treasures of wisdom and knowledge. ക്രിസ്തുവിലല്ലോ സകല ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായി ഇരിക്കുന്ന. അവിടെ നിന്ന് ആർക്കിത് ലഭിച്ചു? അപ്പോസ്തലനായ പൗലോസിന് ദൈവത്തിന്റെ ആ ജ്ഞാനവും പരിജ്ഞാനവും പ്രാപിച്ച മനുഷ്യൻ കാൽവരി ക്രൂശിൽ താൻ കഴിഞ്ഞ നാളിൽ തനിക്ക് ഏറ്റവും പരിഹാസവും നിന്ദ്യവുമായിരുന്ന ആ ക്രൂശ്, അല്ലെങ്കിൽ ഇന്നും ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ടൊക്കെ, അടയാളം കൊണ്ടൊക്കെ അന്വേഷിക്കുന്ന യഹൂദന്മാർക്കും അറിവ് കൊണ്ട് അന്വേഷിക്കുന്ന യവനന്മാർക്കും ഒക്കെ ഇടർച്ചയായി മാറിയിരിക്കുന്ന ആ കാൽവരി ക്രൂശിലേക്ക് ദൈവിക ജ്ഞാനം പ്രാപിച്ച കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട, അതെ, കർത്താവിനോട് അപ്പോസ്തലനായ പൗലോസ് ചോദ്യമുണ്ട്, കർത്താവേ നീ ആരാ? ആ സൂര്യനേക്കാൾ വെല്ലുന്ന വെളിച്ചം കണ്ണിലേക്ക് കടന്നു വന്ന് ആ നട്ടുച്ച നേരത്തെ ദമസ്കോസിന്റെ വഴിവാതിക്കൽ കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് വീണ പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യം, നീ ആരാകുന്നു? അപ്പൊ യേശുവിന്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന ആരാ ചോദിച്ചപ്പോൾ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താ, നീ ആരാകുന്നു? ഉത്തരം, ഞാൻ അതെ നസറേനായ യേശുവാകും. ആൻഡ് ജീസസ് ഓഫ് നാസറേത്ത്. കാരണം അങ്ങനെ പറയുമ്പോഴേ പൗലോസിന് മനസ്സിലാക്കുള്ളൂ, അവിടെ വെച്ചാണ് ഈ ജീസസ് ഓഫ് നാസറേത്ത് ആണ് ക്രൈസ്റ്റ് എന്നുള്ള ആ റെവലേഷൻ പൗലോസിന് കിട്ടുകയാണ്. ഇത് ഇങ്ങനെ അതിനുശേഷം തനിക്ക് ഏറ്റവും ഭോഷ്യത്വമെന്ന് തോന്നിയതും നിന്ദ്യമെന്ന് തോന്നിയതും താൻ തന്നെ സാക്ഷ്യം പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് ആ ഭാഗം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഒട്ടും എളുപ്പമായി കരുതരുത്. ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം
അതിന്റെ 13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് ആരെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നറിയുന്ന നല്ലതാ. ആർക്കാണ് ഈ സ്വർഗീയ വെളിപ്പാട് കൊടുത്തത്? എന്താ ഈ മനുഷ്യൻ പറയുന്നത്? എങ്ങനെ ചിന്തിച്ച ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹം തന്നെ മാറി മാറി തന്റെ അനുഭവം, തന്റെ ആ ക്രിസ്തുവിനോടും ക്രൂശിനോടും നസ്രയനായ യേശുവിനോടും അതേ സഭയോടുമുള്ള തന്റെ വെറുപ്പ് താൻ അറിയിക്കുന്നുണ്ട്. പിൽക്കാലത്ത് തന്റെ രക്ഷയുടെ അനുഭവത്തെ താൻ പങ്കുവെക്കുമ്പോൾ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗമാണെങ്കിലും ജസ്റ്റ് ഈ ഭാഗത്തിൽ ദൈവം ഒരു മനുഷ്യന് വെളിപ്പാട് കൊടുക്കുമ്പോൾ അതിന്റെ എത്രമാത്രം ശ്രേഷ്ഠമാണെന്നൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പം അതിന്റെ ഞാൻ എടുത്തോട്ടെ 26 വാക്യത്തില് 26 അധ്യായത്തില് 25 പല അധ്യായങ്ങൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതില് ആക്ട്സ് ചാപ്റ്റർ 26 വരുമ്പോ അഗ്രിപ്പ രാജാവിനോട് പൗലോസ് തന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് രാജാവ് അനുവാദം കൊടുക്കുക, അഗ്രിപ്പ അനുവാദം കൊടുക്കുക. അപ്പം അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 26:2 തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുക. എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമേ എന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ വരുമ്പോ എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരൂശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീക്ഷനായി ജീവിച്ചു എന്നവർ ആദ്യം മുതൽ അറിയുന്നു. ഏറ്റവും സ്ട്രിക്റ്റ് സെക്റ്റാണ് ജൂവിഷ് റിലീജിയനകത്തെ ഏറ്റവും കർശനമുള്ള ഏറ്റവും കർശനമായ നിയമങ്ങളുള്ള വിഭാഗമാണ് പരീശന്മാർ. ഞാൻ ആ കൂട്ടത്തിൽ ഒരാളാണെന്ന് അറിയുന്നുവല്ലോ. എന്നിട്ട് പറയുകയാണ്, അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയണം. അവർക്കറിയാവുന്ന കാര്യം, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതുമായ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ട് അത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്ന രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്. എന്നിട്ട് 8-ാം വാക്യം, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? അപ്പോസ്തലൻ പറയുക. അടുത്തത്, നസറയനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. നസറയനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം. എന്നിട്ട് അടുത്ത 10-ാം വാക്യം കേട്ടോടെ, അത് ഞാൻ യെരൂശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറയുവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോടും ചെന്നവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ദൈവം ആർക്കാണ് ഈ ദർശനം കൊടുത്തത്? ദൈവം ആർക്കാണ് ഈ വചന വെളിപ്പാട് കൊടുത്തത്? കാൽവറി ക്രൂശിൽ നടന്ന ആ ജയോത്സവത്തിന്റെ വീരഗാനം പാടുന്നത് ആരാണ്? യേശുവിനെ ഒരു വീരനായകനായി ഉയർത്തിക്കൊണ്ട് അവൻ കാൽവറി ക്രൂശിൽ നാണം കെടുകയല്ലായിരുന്നു, നാണം കെടുത്തുകയായിരുന്നു എന്ന് പറയുന്ന ഈ വെളിപ്പാട് പ്രാപിച്ച മനുഷ്യൻ ആരായിരുന്നു? എല്ലാവരും ഇതൊരു നാണം കെട്ട മരണമായി പോയി, ദാരുണമായി പോയി, ശപിക്കപ്പെട്ടതായി പോയി എന്ന് കാഴ്ചക്കാരും കേൾവിക്കാരും ഒരുപോലെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെതായ അനുഭവം രാജാവിനോടും ഗവർണർമാരോടും മാറി മാറി പറഞ്ഞ് അതിന്റെ 3-ാം ഭാഗം എത്തുന്നതാണ് നമ്മൾ വായിച്ചത്. ഫെസ്തോസിനോടും ഫേലിക്സിനോടും, ഇവരൊക്കെ ഗവർണേഴ്സാണ്. അവരോടൊക്കെ അവസരം കിട്ടിയപ്പോൾ മാറി മാറി പറഞ്ഞ മനുഷ്യൻ അഗ്രിപ്പ രാജാവിനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. ആ മനുഷ്യന്റെ ഉള്ളിലേക്കാണ്, അതായത് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ, എനിക്ക് ഭ്രാന്തായിരുന്നു. പതിനൊന്നാം വാക്യം, ഞാൻ എല്ലാ പള്ളികളിലും എന്ന് വെച്ചാൽ എല്ലാ സിനഗോഗുകളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചു. അവരുടെ നേരെ, സഭയുടെ നേരെയാണ്, അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങൾ വെച്ചാൽ അപ്പോഴത്തേക്ക് അന്യ പട്ടണം എന്ന് പറയുമ്പോൾ
ഇസ്രായേലിൽ അല്ലാത്തതായ പട്ടണങ്ങളിൽ, ഇസ്രായേലിലുള്ള പട്ടണങ്ങൾ പോരാഞ്ഞിട്ട് സിറിയയിലുള്ള പട്ടണമായ, മറ്റൊരു രാജ്യമായ സിറിയയിലുള്ള പട്ടണമായ ദമസ്കോസിലേക്കാണ് അപ്പോസ്തലൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത്, അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, മഹാപുരോഹിതന്മാരുടെ അധികാരമുണ്ട്, ആജ്ഞയുമുണ്ട്, അവർ കമ്മീഷൻ ചെയ്തേക്കുക. അപ്പൊ ശൗൽ എന്ന മനുഷ്യന്റെ മിഷണറി യാത്ര, കമ്മീഷന്റെ ജേണി എന്ന് പറയുന്നത് നസ്രായ മതത്തെ ഇല്ലാതാക്കണം, നസ്രനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ പൗലോസ് എന്ന മനുഷ്യന്റെ 3 മിഷണറി യാത്ര ദൈവം അവിടെ മുന്നമേ കരുതി വെച്ചിരുന്നു. ശൗൽ എന്ന മനുഷ്യന്റെ മിഷണറി യാത്ര അത് പുരോഹിതന്മാരുടെ അധികാരത്താലും ആജ്ഞയാലും ആണെങ്കിൽ, പൗലോസ് എന്ന മനുഷ്യന്റെ മിഷണറി യാത്ര അത് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ തെരഞ്ഞെടുത്ത മിഷണറി യാത്രയായിരുന്നു. അവരെ താൻ തന്നെ ഭ്രാന്തി പിടിച്ച് നടത്തിയ ആ മിഷൻ ജേണി ഉണ്ടല്ലോ, ഒരു വലിയ മിഷനായിരുന്നത്. ആ മിഷനെ കുറിച്ച് ഇവിടെ പറയണേ, അതിനധികം ആയുസില്ലായിരുന്നു. പിന്നെയോ ആയുസ്സുള്ളിടത്തോളം കാലം അപ്പോസ്തലൻ പ്രയോജനപ്പെട്ട മിഷണറി യാത്ര അത് ദൈവം തനിക്ക് നിയോഗിച്ചിരുന്ന മിഷണറി യാത്രയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം കൊടുത്ത ക്രൂശിന്റെ വെളിപ്പാടാണ് നാം പൗലോസ് ലേഖനത്തിൽ വായിച്ചത്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ നസറായനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. ഒട്ടും പ്രവർത്തിച്ചുമില്ലെന്നല്ല സത്യം, അത് ഞാൻ യെരൂശലേമിൽ ചെയ്തിട്ടുമുണ്ട്. നസറേനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി ചിലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടന്നില്ലെന്നല്ല, സത്യം ചെയ്തു, അത് നടന്നിട്ടുണ്ട്, നടത്തിയിട്ടുമുണ്ട്. വിശുദ്ധന്മാരെ കുണ്ടറയിലാക്കുകയും ചെയ്തു. വിശുദ്ധനായ സ്തെഫാനോസിനെ കൊല്ലുവാൻ കൂട്ടു നിൽക്കുകയും ചെയ്തു, അനുവാദം കൊടുക്കുകയും ചെയ്തു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും വലിച്ചഴിച്ച് തടവിലാക്കി താൻ തന്നെ പറയുന്നു, ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചു കൊണ്ട് ദൂഷണം പറയുവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തു പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. രാജാവിനോട് പറയുക, ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ മഹാപുരോഹിതന്മാരും അധികാരികൾക്ക് മനസ്സിലായി തങ്ങളുടെ മിഷന് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും എഫിഷ്യന്റ് ആയ ആള് ശൗല. അധികം കാലതാമസമില്ലാതെ നസറനായ യേശുവിന്റെ നാമം എടുക്കുന്ന ഈ നസറായ മതക്കാരെ നാമാവശേഷമാക്കാൻ നമ്മൾ എല്ലാം കൂടെ ഒത്തുപിടിക്കുന്നതിനേക്കാൾ ശക്തിയും അതെ തീഷ്ണതയും കഴിവും എരിവും ഉണ്ടാക്കുക ശൗലും. അപ്പൊ പുരോഹിതന്മാർ തീരുമാനിച്ചു, നമ്മൾ എല്ലാം കൂടെ പോകുന്നതിനേക്കാൾ നല്ലത് ഇവനെ കമ്മീഷൻ ചെയ്ത് വിട്ടാ മതി, അതിനുള്ള അധികാരം കൊടുക്ക്, അതിനുള്ള സഹായികളെ കൊടുത്താൽ മതി, ഇദ്ദേഹം നമ്മുടെ മിഷണറി യാത്രയ്ക്ക് നേതൃത്വം വന്നു. എന്തായിരുന്നു അവരുടെ മിഷൻ, അവരുടെ കമ്മീഷൻ, അവരുടെ മിഷൻ എന്ന് ചോദിച്ചാൽ നസറനായ യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുന്നവരെ ഇല്ലാതാക്കുക. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മിഷൻ പൗലോസിനെ കുറിച്ചുള്ള എന്തായിരുന്നു? കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ട സഹിച്ചുകൊണ്ട് ജാതിയിടയിൽ കർത്താവിന്റെ പ്രകാശമായി വായായി നിലകൊള്ളുക. ഇന്ന് രാത്രി ദൈവനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്കൊരു ഉറപ്പ് ദൈവം തരിക. എന്തെന്ന് ചോദിച്ചാൽ, ലോകപ്രകാരം പലതിനും കമ്മീഷൻ ചെയ്തവരെ നമ്മുടെ ചുറ്റും കാണും, പലതിനും ഭ്രാന്തി പിടിച്ചവർ കാണും. പക്ഷെ അവരുടെ മേൽ ദൈവത്തിന് ഒരു നിയോഗം ഉണ്ടെങ്കിൽ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾ അവർ അവരുടെ കമ്മീഷനിൽ നിന്ന് മാറി, അവരുടെ മിഷനിൽ നിന്ന് മാറി ദൈവത്തിന്റെ മിഷനിലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഡെഫിനിറ്റ് ആയ പർപ്പസിലേക്ക് അവർ ഈ നാളുകളിൽ കടന്നു വരിക തന്നെ ചെയ്യും. അതിന് കഴിവുള്ളവരാണ് നാം സേവിക്കുന്നത്. നമ്മൾ ഭ്രാന്തി പിടിച്ച മനുഷ്യനെ, വിചാരിക്കുന്നത് ചെയ്യുന്ന മനുഷ്യനെ, തന്റെ നിശ്വാസത്തിൽ പോലും ക്രിസ്ത്യാനികളെ മുദ്രിപ്പിക്കണം ആഗ്രഹമുള്ള മാത്രമല്ല അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് അത്ഭുതം തോന്നും. അപ്പോസ്തലൻ തന്നെ സാക്ഷ്യം പറയുന്ന കേട്ടാ. 13-ാം വാക്യം, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞോരു വെളിച്ചം ആകാശത്തിൽ എന്നെയും
എന്നോട് യാത്ര ചെയ്യുന്നതിനെ ചുറ്റി പ്രകാശിക്കുന്നതും കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്തു വീണപ്പോൾ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഞാൻ ഓർക്കുകയാണ്, എല്ലാവരും നിലത്തു വീണു, പക്ഷെ വിളിച്ച ശൗലിനെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ദേശത്ത് മതഭ്രാന്തന്മാർ ഒത്തിരി കാണും, പെന്തിക്കോസ് വിരോധികൾ കാണും, ക്രിസ്തു വിരോധികൾ കാണും. പക്ഷേ ദൈവം അതിൽ എല്ലാവരെയും വിളിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന് പുരോഹിതന്മാർക്ക് ആവശ്യമുള്ളതിനെ തന്നെ കർത്താവ് ഓടുന്നു വലിച്ച് എടുത്തു. അവരുടെ നേതാവിനെ തന്നെ, അവരുടെ ലീഡറിനെ തന്നെ വിളിച്ചു. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുമെന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ദൈവത്തിന്റെ ഹിതത്തിന് നേരെ നിന്ന് നിനക്ക് ജയിക്കാൻ കഴിയുകയില്ല. കാരണം മുള്ളിന്റെ നേരെ തൊഴിച്ചാൽ, മുള്ളിനാണോ കുഴപ്പം, തൊഴിക്കുന്ന ആളുടെ കാലിലാണോ? നമുക്കറിയാം. കർത്താവ് ചോദിച്ചു, ക്രിസ്തു യേശു നീ എന്നെ ഉപദ്രവിക്കുമ്പോ ഉപദ്രവിക്കുന്നത് പറയാം, മുള്ളിന് നേരെ ഉദയ്ക്കുക എന്ന് പറഞ്ഞാൽ, മുള്ളിന് നേരെ ഒരാൾ കാലുകൊണ്ട് തൊഴിച്ചാൽ, അല്ലെങ്കിൽ ആ കാൽ എങ്ങനെ മുറിവേൽപ്പ, അതിന്റെ അർത്ഥം ഇതാണ്, യു കനോട്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. നിനക്ക് ദൈവത്തിന്റെ ഹിതത്തിന് നേരെ നിനക്ക് ഒരിക്കലും എതിര് നിൽക്കുവാൻ നിനക്ക് കഴിയത്തില്ല. അങ്ങനെ നിന്നാൽ അത്രത്തോളം നീ മുറിവേൽക്കും. ഈ ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ആ ശബ്ദം ഞാൻ കേട്ടു, അപ്പൊ ആ കാഴ്ച ഞാൻ കണ്ടു, ആ ശബ്ദം ഞാൻ കേട്ടു. അപ്പം പൗലോസിന്റെ ചോദ്യമാണ്, നീ ആരാകുന്നു കർത്താവെ? കർത്താവിനോട് ഉദ്ദേശിക്കുന്നത് യേശുവിനെ കർത്താവെ അംഗീകരിച്ചോണ്ടല്ല, ആരാന്നറിയില്ലല്ലോ. ആ സ്മോളൽ, ആ പ്രഭു ഒരു അധികാരമുള്ള ഒരാളാണെന്ന് മനസ്സിലായിട്ട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു പ്രഭുവേ എന്നർത്ഥത്തിൽ ചോദിക്കാം. എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ, അല്ലെങ്കിൽ ഐ ആം ദ ജീസസ് ഓഫ് നാസറത്ത്. ഒട്ടും താൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് അവിടെ കേൾക്കുന്നത്. നീ ഉപദ്രവിക്കുന്ന യേശു തന്നെയാവും, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ 16-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, 11 നമ്മൾ വായിച്ചു, 10ഉം 11ഉം വാക്യങ്ങൾ പുരോഹിതന്മാരുടെ കമ്മീഷനിങ് ആണെങ്കിൽ 17ഉം 16ഉം 17ഉം 18 വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ശൗലിനെ പൗലോസിനെ കമ്മീഷൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അധികം നേരമൊന്നും വേണ്ട, മനുഷ്യന്റെ കമ്മീഷനിങ്ങിൽ എടുത്തു മാറ്റി, മനുഷ്യന്റെ നിയോഗത്തിൽ എടുത്തു മാറ്റി ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് ഒരുത്തനെ ആക്കി, ഒരു ഇറ്റി പോകുന്നൊരു വാക്ക് പറയാതെ, കൂടെയുള്ളവരുടെ ഒന്നും അഭിപ്രായം ചോദിക്കാതെ, അതെ ആരെല്ലാം എങ്ങനെയൊക്കെ വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ അതിട്ട് പറയുന്നൊരു വാക്കുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു പ്രസ്താവന അപ്പോസ്തലനായ പൗലോസിന്റെ 26-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, എല്ലാവർക്കും ദർശനം വേണം, സ്വർഗീയ ദർശനം, പക്ഷെ അനുസരിക്കാൻ കഴിയും. പക്ഷെ അപ്പോസ്തലൻ പറയാം, ആദ്യം കിട്ടിയ ദർശനം തന്നെ ഞാൻ അനുസരിച്ചു. ദർശനങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, അത് മറ്റുള്ളവരോട് പറയാനൊക്കെ ഇന്നത്തെ ആത്മീയരെന്ന് അഭിമാനിക്കുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ അവർ കണ്ടെത്തുന്ന പോലും ഇല്ല അതിനകത്ത് അവർക്കൊരു ഒബേയിങ് പാർട്ടുണ്ടെന്നുള്ളത്, ഒരു ഒബീഡിയൻസിനാണ് ദൈവം ഇത് കൊടുക്കുന്നുള്ളത്. അപ്പോസ്തലൻ പറയുകയാണ്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഞാന് കൊലസ്ലേറ്റിലേക്ക് തന്നെ മടങ്ങി വരിക. ഞാൻ എന്തിനാണ് പറഞ്ഞു വെച്ചത്, ഒരു മനുഷ്യൻ ആവർത്തിച്ച് ഗവർണർമാരോടും രാജാവിനോടും ഒക്കെ തന്റെ രക്ഷയുടെ അനുഭവം പറയുക. ദൈവം എന്റെ ഉള്ളിൽ തന്ന ആ സ്വർഗീയ ദർശനത്തെ അനുസരിക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ആ അനുസരണമാണ് അപ്പോസ്തലനായ പൗലോസിനെ നമ്മളിപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഈ ക്രൂശിന്റെ മർമ്മം വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കാനുള്ള കാര്യം, തനിക്ക് കൊടുത്ത ആരംഭത്തിലെ തന്നെ സ്വർഗീയ ദർശനത്തെ താൻ അവധി വെക്കാൻ അനുസരിച്ചു. പ്രിയ ദൈവമക്കളെ, കാൽവറി ക്രൂശിന്റെ ദർശനത്തെ പ്രാപിച്ചുകൊണ്ട്
ക്രിസ്തു എന്ന മർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനിൽ നിഗൂഢമായിരിക്കുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആ ഗുപ്തനിധികളെ, ആ വചനങ്ങളെ നാം പ്രാപിക്കണമെന്നൊരു കാര്യം ഓർക്കണം. നമ്മളോട് ഇടപെടുന്ന വചനത്തോട് നാം അനുസരണമുള്ളവരാകുമ്പോൾ മാത്രമേ നമുക്ക് അവന്റെ സ്വർഗീയ ദർശനങ്ങളെ, വെളിപ്പാടുകളെ അധികമായി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴല്ല ദൈവം നമുക്ക് ധാരാളമായി മർമ്മം വെളിപ്പെടുത്തുന്നു, മറ നീക്കി സംസാരിക്കുന്നു. മറിച്ച് നാം നമുക്ക് തന്ന ദർശനത്തിന്, അല്ലെങ്കിൽ ദൈവം നമ്മോട് സംസാരിച്ച സ്വർഗത്തിലെ അരുളപ്പാടിനനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കാതെ, സമ്മർദ്ദങ്ങൾ നോക്കാതെ, ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടാതെ, ഇനിയത്തെ നിലനിൽപ്പിനെ കുറിച്ച് വിചാരപ്പെടാതെ ക്രിസ്തു യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുന്നവരോടാണ് കർത്താവ് ആഴമായി സംസാരിക്കുന്നത്. ഇന്ന് കൊലോസ്യർ വിശ്വാസിയോട് സംസാരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രൂശ് എനിക്ക് ഒരിക്കൽ അപമാനവും ഭോഷത്വവും ലജ്ജയും ശത്രുത്വവും ആയിരുന്നു. ഇപ്പോൾ അതേ അപ്പോസ്തലൻ പറയും, ഇപ്പൊ ക്രൂശല്ല ശത്രുത്വം, പിന്നെയോ നയപ്രമാണം എന്ന ശത്രു. തന്റെ മിത്രമായിരുന്ന നയപ്രമാണം ഇപ്പൊ തനിക്ക് ശത്രുവായി, തന്റെ ശത്രുവായിരുന്ന ക്രിസ്തു ഇപ്പോൾ തനിക്ക് മിത്രമായി. ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം ഇടപെടുമ്പോൾ അവന്റെ ഭ്രാന്ത്, അതെ, നസ്രായ മതം എന്ന് മാത്രമേ പൗലോസ് പറയത്തുള്ളായിരുന്നു. ആ നസ്രായ മതത്തെ നശിപ്പിക്കുന്ന ഭ്രാന്തായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഭ്രാന്ത് എന്നറിയാമോ? ക്രിസ്തുവിന് സഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന ഭ്രാന്ത്. രണ്ട് സമയത്തും ഭ്രാന്തുണ്ടായിരുന്നു. അന്നത്തെ ഭ്രാന്ത് നസ്രനായ യേശുവിന്റെ നാമത്തെ എടുക്കുന്നവരെ എല്ലാം ഉപദ്രവിക്കുക, ദണ്ഡിപ്പിക്കുക, ജയിലിൽ അടയ്ക്കുക, കൊല്ലുക. ഇപ്പോഴത്തെ ഭ്രാന്ത് എന്തുവാ? നസ്രനായ യേശുവിനെ ക്രിസ്തു എന്ന് തന്നെ തെളിയിച്ച് ക്രൂശിന്റെ മർമ്മം വെളിപ്പെടുത്തിയിട്ട് നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്തിട്ട് സ്വയം കൊല്ലപ്പെടുവാൻ, മരിക്കാൻ തയ്യാറാകും. പ്രിയരെ, ഒരു മനുഷ്യന്റെ ആകമാനമായ രൂപാന്തരം മനസ്സിലായോ? നയപ്രമാണം എന്ന മിത്രത്തെ, നയപ്രമാണം എന്ന അധികാരത്തെ, നയപ്രമാണം എന്ന വാഴ്ചയെ, നയപ്രമാണം എന്ന യഹൂദന്റെ മതഭൂതമായ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ മനുഷ്യൻ ഇപ്പൊ പറയുകയാണ്, അയ്യോ, നയപ്രമാണം കൊണ്ട് ആരും ഇനി നിങ്ങളെ കുറ്റവിധിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അത് നമുക്ക് നേരെ ശത്രുത്വമായി നിന്നു. നമ്മുടെ മിത്രമായ ക്രിസ്തു ആ ശത്രുത്വത്തെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എനിക്കും നിങ്ങൾക്കും ഒരു മിത്രത്തെ ലഭിച്ചു. പണ്ട് എന്റെ ശത്രുവായിരുന്നു നസ്രനായ യേശു, എന്റെ ശത്രുവായിരുന്നു. അവന്റെ മാർഗക്കാരും എന്റെ ശത്രുവായിരുന്നു. എന്റെ മിത്രം ദൈവവും ന്യായപ്രമാണവും മാത്രമായിരുന്നു. അതിനകത്ത് യേശു എന്ന ക്രിസ്തു ഇല്ലായിരുന്നു. യേശു എന്ന തച്ചന്റെ മകൻ മാത്രമേ ഉള്ളായിരുന്നു. യേശു എന്ന തച്ചന്റെ മകനെ എന്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്ന് ചോദിച്ചാൽ, ജീവിക്കുന്നെങ്കിൽ ഇനിയും ഈ ശത്രുവിന്റെ നാമത്തെയും ഈ ശത്രുവിന്റെ മാർഗത്തെ ഇല്ലാതാക്കാൻ മതഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ ഇപ്പം പറയുകയാണ്, അതെ, സഭയോട് പറയുകയാണ്, ഒരു മതഭ്രാന്ത് നിങ്ങൾക്ക് ഉണ്ടാകരുത്. മതഭ്രാന്തന്മാർ നിങ്ങളെ വിധിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം അറിയാവോ? ക്രിസ്തുവിനെ ഓർക്കണം. നിങ്ങൾ ആരെ ഓർക്കണം അറിയാമോ? പണ്ട് എനിക്ക് ഏറ്റവും പുച്ഛമായിരുന്ന ഈ കാൽവരി ക്രൂശില് മരണം നടന്നിട്ട് അത് ജയമാണെന്ന് പറയുന്ന, അവിടെ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന, അടക്കിയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന ശിഷ്യന്മാരെ ഓരോരുത്തരെ കൊല്ലണമെന്ന ഏക ലക്ഷ്യത്തോടെ ജീവിച്ച മനുഷ്യൻ പറയുകയാണ്, ഈ കാൽവരി ക്രൂശിന്റെ മർമ്മം ആ സ്വർഗീയ ദർശനത്തിൽ എനിക്ക് വെളിപ്പെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവേ, ഈ നാളുകളിൽ എന്റെ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആ സ്വർഗീയ ദർശനം കൊടുക്കണേ കർത്താവേ. എന്ന് വെച്ചാൽ ഒരു വലിയ വെളിച്ചത്തിൽ യേശുവിനെ കാണുന്നത് മാത്രമല്ല സ്വർഗീയ ദർശനം. വഴിയോ യേശുവിന്റെ ശബ്ദം കേൾക്കുന്ന, യേശു ആരെന്ന് വെളിപ്പെടുത്തുന്ന, യേശു തന്നെ ക്രിസ്തു എന്നറിയുന്ന, രക്ഷകൻ എന്നറിയുന്ന, വീണ്ടെടുപ്പുകാരെന്നറിയുന്ന ആ സ്വർഗീയ ദർശനത്തെ കൊടുക്കുക മാത്രമല്ല, ആ സ്വർഗീയ ദർശനത്തിന് അനുസരണം കാണിക്കുന്ന ഒരു വട്ടം ആൾക്കാരെ ഞങ്ങളുടെ ചുറ്റുപാടും എഴുന്നേൽപ്പിക്കണം. ശൗലിനെ പോലെ, പൗലോസിനെ പോലെ ഞങ്ങളെയൊക്കെ കർത്താവേ സമയാസമയങ്ങളിൽ ആ സ്വർഗീയ ദർശനത്തിന് അനുസരണം കാണിക്കാതെ വിളിച്ചിറക്കിയ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെയും അപ്രകാരം സ്വർഗീയ ദർശനത്തോട് അനുസരണം കാണിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെവിടൊക്കെ നിൽക്കും? ഗവർണർമാരുടെ മുമ്പിൽ നിൽക്കും, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. അല്ലെങ്കിൽ അർത്ഥം അവരെവിടെയൊക്കെ ദൈവം അവരെ നിർത്തിയാലും അവരവിടെ രക്ഷയുടെ സാക്ഷ്യം അനുഭവം പറഞ്ഞിരിക്കും, യേശുവിനെ ഉയർത്തിയിരിക്കും. അത് അപ്പോസ്തലനായ പൗലോസ് ചെയ്തു.
രാജാവിനോട് താനത് പറയും. ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാവുന്നത്, എല്ലാവരും പറഞ്ഞു ഇത് നാണം കെട്ട മരണമാണ്, എല്ലാവരും പറഞ്ഞു ഇത് ശപിക്കപ്പെട്ട മരണമാണ്, എല്ലാവരും പറഞ്ഞു ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ടും ദൈവം ഇവനെ വിടുവിച്ചില്ല, എല്ലാവരും പറഞ്ഞു ഇവൻ സ്വയം ദൈവപുത്രനാക്കി ദൈവത്തോട് സമനാക്കിയപ്പോഴേ ഞങ്ങൾ ഓർത്തതാ ഇവന് ദൈവത്തിൽ നിന്ന് വലിയൊരു ശിക്ഷ വരുന്നു. ആ ശിക്ഷാവിധിയുടെ നേർചിത്രമായി കാൽവറി ക്രൂശിനെ പലരും കണ്ടപ്പോൾ ഇതാ അങ്ങനെ തന്നെ കണ്ട് വിശ്വസിച്ച് അത് തന്നെ പ്രസംഗിച്ച് അത് തന്നെ അതിനെതിരെ സംസാരിച്ച ഒരു മനുഷ്യൻ ഇപ്പൊ പറയുക, ഇത് ശാപത്തിന്റെ നേർക്കാഴ്ചയല്ല, ഇത് പരാജയത്തിന്റെ നേർക്കാഴ്ചയല്ല, ഇത് തോൽവിയുടെ കാഴ്ചയല്ല, ഇതെന്താണെന്നറിയാമോ, ഇത് ജയോത്സവത്തിന്റെ കാഴ്ചയാണ്, ഇത് പാപത്തിന്റെ ശിക്ഷ കിട്ടിയതല്ല. കാൽവറി മരണം വേണ്ടിയോ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് തന്റെ ജനത്തെ ജയത്തിന്റെ മരണമാണിത്. ഇത് ജയോത്സവമാണ്. പാപിയായി ഇവൻ പാപം ചെയ്തുകൊണ്ട് ഇതിനെ ശിക്ഷ വിധിച്ചെന്ന് കാൽവറി ക്രൂശിന്റെ താഴെ നിന്നുകൊണ്ട് ജനമാർത്തസിക്കുമ്പോൾ, അധികാരികൾ ആർത്തസിക്കുമ്പോൾ ഇതാ സ്വർഗീയ ദർശനം പ്രാപിച്ച മനുഷ്യൻ പറയുന്നു, ഇത് പാപത്തിന് യേശുവിന് ശിക്ഷ വിധിച്ചല്ല, പിന്നെയോ യേശുവിന്റെ മേൽ നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ചു. ഇത് എന്തിന്റെ നിവർത്തിയാ? യെശയ്യാവ് അന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും, ഞങ്ങൾ പറയുന്നത് ആർക്കും മനസ്സിലാകും. നമ്മുടെ അകൃത്യത്തിനായി അവൻ തകർക്കപ്പെട്ടു വന്ന് യേശുവിന്റെ ജനനത്തിന് മുൻപേ 600-700 വർഷങ്ങൾ പ്രവചിച്ച യെശയ്യാവിന്റെ പ്രവചനം കാൽവരി ക്രൂശിൽ നിറവേറുന്നത് കാണാൻ കഴിയുന്നത് സ്വർഗീയ ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ആ സ്വർഗീയ ദർശനം പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുക, എന്റെ കൂടെ വന്നവർക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ശൗലേ ശൗലേ എന്നെ വിളിച്ചപ്പോൾ ആ വിളിക്കകത്തുനിന്ന് എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രത്യേകമായൊരു വിളിയാണ്. ആ ശബ്ദത്തിന്റെ മുഴുവനും നീ എന്റെ സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ മറു ചോദ്യമില്ലാതെ താൻ സമർപ്പിച്ചു. അതിന് പറയുന്ന പേരാണ് സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചു. പ്രിയരേ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാരെഴുതിയെന്ന് ഒരിക്കലും മറക്കരുത്, ആരെ കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് ഒരിക്കലും മറക്കരുത്. ഇത് അപ്പോസ്തലനായ പത്രോസിന് കൊടുത്ത വെളിപ്പാടിന്റെ കാരണം അല്ലേ? യേശുവിലൂടെ നടന്ന അപ്പോസ്തലന്മാരെക്കാൾ ഒരുപടി അപ്പുറമായി സഭയെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആർക്ക് ലഭിച്ചു? അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചു. അദ്ദേഹം പറയുകയാണ്, കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച്, എന്താണ് കയ്യെഴുത്ത്? നമ്മളെ കുറ്റക്കാരായി വിധിക്കുന്ന നാം ഈ വക കൽപ്പനകളും അനുഷ്ഠാനങ്ങളും, അതാണ് താഴെ പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ വായിച്ചത്, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം എത്തിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ നമുക്കെതിരെയുള്ള ആ കുറ്റപത്രത്തെ നീക്കി ഇനി നമുക്കെതിരെ ഈ നിയമം പറഞ്ഞ ആയുധം എടുക്കാൻ. എന്താണ് ആയുധം? അവരെ നമ്മളെ കുറ്റം വിധിച്ച് ശിക്ഷയ്ക്ക് വിധിക്കുന്ന ആയുധം ഇനിയും എടുക്കാൻ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കൊടുക്കാതെ ആ കുറ്റപത്രം നീക്കി ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആരാണ് അപ്പൊ ശരിക്കും വിക്ടോറിയസ് ആയത്? കോൺകറർ ആരാണ്? കീഴടക്കിയത് ആരാണ്? ജയാളി ആരാണ്? താഴ്ന്നവരാണോ? കാൽവറി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവരാണോ? ഇത് തന്നെയല്ലേ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന മാതൃക? തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത് തന്നെയല്ലേ? കർത്താവ് അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ ഓർത്തോണം, നാം പലപ്പോഴും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറമായി നാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നാം നമ്മുടെ വികാരങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ ക്രിസ്തു ഇടം കൊടുത്ത പോലെ നാം ഇടം കൊടുക്കുമ്പോൾ അത് നമ്മുടെ തോൽവിയല്ല, അത് നമ്മുടെ ജയം. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടി. പാപത്തിന് മേൽ, ന്യായപ്രമാണം എന്ന ശത്രുത്വത്തിന്മേൽ, അതെ മതപരമായ അധികാരങ്ങളുടെ മേൽ, മതപരമായ വാഴ്ചകളുടെ മേൽ തീർന്നില്ല. ലോകത്തിന്റെ ആ തത്വങ്ങളായ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളായ ആ ലോകത്തിന്റെ വേൾഡ്ലി പ്രിൻസിപ്പിൾസിന്റെ മേൽ യേശു കാൽവറിയിൽ ജയോത്സവം. എന്നിട്ട് പറയാം, അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാസ്തവത്തിൽ ഇവിടെ പരസ്യമായ കാഴ്ചയായി കിടക്കുന്നത് കർത്താവായ യേശുവാണ്.
പക്ഷെ സംഭവിച്ചത് പലരും അറിഞ്ഞില്ല. അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം അടിയറവ് വെച്ചെന്നുള്ളത്, ഒരു ജനതയെ, ഒരു തലമുറയുടെ എഴുന്നേറ്റു എന്നുള്ളത് അറിഞ്ഞില്ല. യെശയ്യാവ് വിളിച്ചു പറഞ്ഞ, യെശയ്യാവ് ശക്തമായി വിളിച്ചു പറഞ്ഞ ആ വലിയ ദൈവപ്രവൃത്തി, ആ വചനത്തിന്റെ നിവർത്തി, നമ്മുടെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ക്രിസ്തുയേശുവിന്റെ മരണവും, അത് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും വിചാരിച്ചു തന്റെ അകൃത്യ നിമിത്തമാണ് താൻ ദണ്ഡിക്കപ്പെടുന്നത്. പക്ഷെ പ്രവാചകൻ പറയുന്നു, അവന്റെ അകൃത്യ നിമിത്തമല്ല, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ദണ്ഡിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ ആലോചനയെ കൈക്കൊള്ളുന്ന ഒരു തലമുറ എഴുന്നേൽക്കുമെന്ന് മുന്നമേ കണ്ടുകൊണ്ട് കർത്താവ് യേശു തന്റെ ജീവനെ യാഗമാക്കി കൊടുത്തപ്പോൾ ആ തലമുറയുടെ ഒരു ശേഷിപ്പാണ് നമ്മൾ. അപ്പോസ്തലനായ പൗലോസും അതിന്റെ ഒരു ഭാഗമാണ്, നമ്മളും അതിന്റെ ഒരു ഭാഗമാണ്. ഒരു കാര്യം കൂടി ഇന്ന് രാത്രി ഓർത്തണം. ഒത്തിരി പേര് ഒത്തിരി ദർശനങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എന്തെല്ലാം കണ്ടാലും കാണേണ്ട ദർശനം കണ്ടില്ലെങ്കിൽ, കാൽവറി ക്രൂശിന്റെ ദർശനം കാണാതെ, കാൽവറി ക്രൂശിന്റെ മർമ്മം അറിയാതെ, അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിയാതെ ഈ എന്തെല്ലാം കണ്ടെന്ന് പറഞ്ഞാലും ഒരു ഗുണവും അതുകൊണ്ടുണ്ടാകത്തില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദർശനം ദൈവം തന്നു. അത് സ്വർഗീയ ദർശനമാണ്. അത് അനുസരിക്കേണ്ട ദർശനമാണ്. അത് അനുഗമിക്കേണ്ട ദർശനമാണ്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, സ്വർഗീയ ദർശനത്തിന്റെ പ്രത്യേകത അത് പറഞ്ഞു നടക്കേണ്ട ദർശനമല്ല, പിന്നെയോ അത് അനുസരിക്കുകയും അനുഗമിക്കുന്നതിനോടൊപ്പം സാക്ഷിക്കുകയും ചെയ്യണം. സ്വയം അനുസരിക്കാതെ അത് സാക്ഷിച്ചിട്ട് ഒരു കാര്യവും. ഇതാണ് നമ്മുടെ എന്നിട്ട് പറയുന്നതാണ്, ആരും നിങ്ങളെ വിധിക്കരുത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാ പറയുന്നത്, ഇങ്ങനെ നമുക്കെതിരെ കുറ്റപത്രം കൊണ്ടുവരുവാൻ അധികാരമുണ്ടായിരുന്ന മത അധികാരങ്ങളെയും വാഴ്ചകളെയും അവരുടെ സകല നമുക്കെതിരെയുള്ള എല്ലാ ആയുധങ്ങളെയും കാൽവറിയിൽ ആയുധവർഗം വെപ്പിച്ചവൻ നമ്മുടെ കുറ്റപത്രത്തെ ക്യാൻസൽ ചെയ്ത നമ്മുടെ കർത്താവ് അത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിത രീതി എന്താണ്? ഇങ്ങനെ ജയം പ്രാപിച്ചവർ, ഇങ്ങനെ നയപ്രമാണം എന്ന ശത്രുത്വം അല്ലെങ്കിൽ നയപ്രമാണം അനുസരിക്കാത്ത നിമിത്തം നമുക്കെതിരെയുള്ള കുറ്റപത്രം നിരത്തിയ ആ ശത്രുത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചത് എങ്ങനെ ജീവിക്കാൻ വേണ്ടി? എങ്ങനെയാണ്? അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ കണ്ടം ചെയ്യരുത്, അല്ലെങ്കിൽ ആരും നിങ്ങളെ അനുസരിച്ചില്ലെന്ന് പറഞ്ഞ് ശിക്ഷ വിധിക്കരുത്. അതാണ് അതിന്റെ യഥാർത്ഥം. എന്താണ്? ഇങ്ങനെ ദൈവം നമ്മളെ ക്രിസ്തുയേശു മുഖാന്തരം ജയം തന്നതും ക്രിസ്തുയേശു ജയോത്സവം കൊണ്ടാടിയതും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ, പെരുന്നാൾ, അമാവാസി, ശബത്ത് എന്നിവയുടെ ആചരണം സംബന്ധിച്ചോ ആരും നിങ്ങളെ വിധിക്കാനിടയാകരുത്. ഇവ വരുവാനിരുന്നവയുടെ പ്രതിരൂപം മാത്രമാണ്, നിഴൽ മാത്രമാണ്. എന്നാൽ യാഥാർത്ഥ്യം ക്രിസ്തുവാണ്. എന്താണ്? ആരും നിങ്ങളെ വിധിക്കരുത്. എന്ത് പറഞ്ഞ് വിധിക്കരുതെന്നാ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് പറയാൻ കാര്യം 16-ാം വാക്യം എടുത്തു പറയുന്നു, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു മുഖാന്തരം ഒരു ജയോത്സവം ക്രിസ്തുവിലൂടെ നിങ്ങൾക്കും ലഭിച്ചത് കൊണ്ട് നിങ്ങൾ ഇനിയും ഈ മേൽ പറഞ്ഞ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തു വരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ആരും വന്ന് നിങ്ങളെ ദൈവം അത് പറഞ്ഞ് ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ശിക്ഷാവിധിക്ക് നിങ്ങൾ യോഗ്യരാണെന്ന് നമ്മളെ വിധിക്കുവാൻ സമ്മതിക്കും. എന്തുകൊണ്ട്? കാരണം ധൈര്യസമേതം പറയണം, കർത്താവ് അനുഷ്ഠാനങ്ങളുടെ ലംഘനത്താൽ ഞങ്ങൾക്കുണ്ടായിരുന്ന കുറ്റപത്രത്തെ കാൽവറി ക്രൂശിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി അത് അനുസരിക്കാൻ വേണ്ടി അല്ല, പിന്നെയോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ ജീവിക്കാൻ ഞങ്ങളുടെ മേൽ അവൻ ജയോത്സവം, അതെ, അവൻ ഞങ്ങൾക്ക് അവന്റെ ജയോത്സവത്തിൽ ഞങ്ങൾ ജയാളികളായി തീർന്നിരിക്കുകയാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. മാത്രമല്ല, നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, എല്ലാത്തിന്റെയും പൊരുൾ ആരാണ്? ക്രിസ്തുവാണ് പൊരുൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അതെ, അങ്ങനെയുള്ള, അതുകൊണ്ട് ആരും നിങ്ങളെ so don't let anyone condemn you for what you eat or drink, or for not celebrating certain holidays or new moon ceremonies or Sabbath.
ഈ റൂൾസ് എല്ലാം, for these rules are only shadows of the reality yet to come. വരാൻ പോകുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ഒരു നിഴൽ മാത്രമായിട്ട് ഇത് വെച്ചിരുന്നേ. ആൻഡ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദാറ്റ് റിയാലിറ്റി. ക്രിസ്തുവാണ് ആ യാഥാർത്ഥ്യം. അപ്പോൾ കൊലോസ്യ ലേഖനത്തില് എത്ര പ്രാവശ്യം പറഞ്ഞ ദൈവമക്കൾ ഓർത്തോണേ, കർത്താവിന്റെ കാര്യം പറയുമ്പോ 2:2 പറയുന്നു, ക്രൈസ്റ്റ് ഈസ് ഗോഡ്സ് മിസ്റ്റീരിയസ് പ്ലാൻ. ക്രിസ്തു അതെ ദൈവത്തിന്റെ മർമ്മമാണ്. 2:3 പറയുന്നു, ക്രിസ്തുവിലല്ലയോ സകല ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഗുപ്തനിധികൾ ഇരിക്കുന്നത്. 2:9 പറയുന്നു, ക്രിസ്തു ക്രൈസ്റ്റ് ലീവ്സ് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ എ ഹ്യൂമൻ ബോഡി. ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 2:10 പറയുന്നു, ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ഓവർ എവരി റൂളർ ആൻഡ് അതോറിറ്റി. ക്രിസ്തുവാണ് എല്ലാത്തിന്റെയും സകല വാഴ്ചയുടെ അധികാരത്തിന്റെ തല ക്രിസ്തുവാകുന്നു. 2:17 ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗത്തിൽ പറയുന്നു, ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദാറ്റ് റിയാലിറ്റി. ക്രിസ്തു അല്ലയോ ആ യാഥാർത്ഥ്യം. അപ്പോസ്തലൻ പറയുക, ഇങ്ങനെ യാഥാർത്ഥ്യമായ ക്രിസ്തുവിനെ നമുക്ക് നൽകാൻ വേണ്ടി നിഴലായി ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ സമയം കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ആരും നിങ്ങളെ കുറ്റം വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിലുള്ളത്, അതായത് യാഥാർത്ഥ്യം ക്രിസ്തുവാകുന്നു. ഒരാളുടെ ശരീരവും ആളുടെ നിഴലും പോലുള്ള വ്യത്യാസമുണ്ട്. യേശുവും ന്യായപ്രമാണത്തിന്റെ ആചാരവും. അതുകൊണ്ടാണ് പറയുന്നത്, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ശരീരം യഥാർത്ഥമായി ഇത് ആരാണ് ഇതിന്റെ റിയാലിറ്റി? ആരാണ് ഈ സത്യം? ആരാണ് ഈ യാഥാർത്ഥ്യം? ആരിലാണ് ഇതെല്ലാം ദൈവം സകല സമ്പൂർണതയും വെച്ചിരിക്കുന്നത്? അത് ക്രിസ്തുവാണ്. പിന്നെ ഈ വകയുടെയൊക്കെ സ്ഥാനം എവിടെ വരെ ഉണ്ടായിരുന്നു? ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രാധാന്യം, ആ മനുഷ്യന്റെ നിഴലും പോലുള്ള വ്യത്യാസമുണ്ട് കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണമാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനങ്ങൾ തമ്മിൽ. അതുകൊണ്ട് യാഥാർത്ഥ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ വകയൊക്കെ നിങ്ങൾ അനുസരിക്കുന്നില്ലല്ലോ. നമുക്കറിയാമല്ലോ, ശബത്ത് ആചരിക്കുന്നവർ ഇപ്പോഴും പറയും, ശബത്ത് ആചരിക്കാത്തതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷ വിധിക്കും. അതെ, അത് നമ്മള് കുറ്റം വിധിക്കും. ദൈവം നമ്മളെ അത് കുറ്റക്കാരായി എന്നും ഒടുവിൽ നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യരാകും. അപ്പോൾ മനസ്സിൽ എന്തോർത്തോണം? ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വക പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളെ കണ്ടം ചെയ്യാൻ ശിക്ഷ വിധിക്കും, ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്നുള്ള ആ ഭയം നിങ്ങളുടെ ഉള്ളിലിടുവാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരും. എന്താ? അപ്പൊ അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കണമെങ്കിൽ എന്ത് മർമ്മം മനസ്സിലാക്കണം? ക്രൂശിന്റെ മർമ്മം, കാൽവരി ക്രൂശിലെ ജയം, കാൽവരി ക്രൂശിലെ രഹസ്യം, കാൽവരി ക്രൂശിലെ ആരാണ് തോറ്റത്, ആരാണ് ശരിക്ക് ജയിച്ചതെന്ന് മനസ്സിലാകാത്ത ഓരോരുത്തരും ജീവിതത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. കാൽവരി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയത് ആരാണ്? പരസ്യമായ കാഴ്ചയായത് ആരാണെന്നുള്ള വ്യക്തമായ സ്വർഗീയ ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയെടുത്ത് ആർക്കും ഒരു കുറ്റവും പറഞ്ഞ് വിധിക്കാൻ വരാൻ കഴിയത്തില്ല. പൗലോസ് ജയക്കൊണ്ടാൽ ആ ജയത്തെ അനുഭവിച്ച മനുഷ്യൻ പറയുകയാണ്, നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് പറയുകയാണ്, ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ ദീർഘ തെറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം ഇല്ലാതാക്കി കളയാൻ നിങ്ങൾ ആരെയും സമ്മതിക്കരുത്. തലയായനല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്, ആരും നമ്മളെ ചതിക്കാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊലോസ്യയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആരും നമ്മളെ കവർ ചെയ്യാതിരിക്കാൻ, ഇതൊന്നും നമ്മുടെ സ്വത്തുക്കളെ സംബന്ധിച്ചോ നമ്മളുടെ പണം സംബന്ധിച്ചോ നമ്മുടെ ആരോഗ്യം സംബന്ധിച്ചോ വസ്തുക്കൾ സംബന്ധിച്ചോ അല്ല നമുക്ക് ഉറപ്പ് തരുന്നത്. പിന്നെയോ ക്രിസ്തുയേശുവിന്റെ സ്ഥാനത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തുയേശുവിന്റെ ആ കർത്തൃത്വത്തിൽ നിന്ന് മാറാതിരിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും കൊലോസ്യ ലേഖനത്തിൽ ധാരാളമായി നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സോ ഡോണ്ട് ലെറ്റ് എനിവൺ കണ്ടം യു. നിങ്ങളെ അടുത്ത് വന്നിട്ട് ആരും നിങ്ങളെ, നിങ്ങൾ ഈ ശബത്ത് ആചരിക്കുന്നില്ലേ, നിങ്ങൾ ആ ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ, നിങ്ങൾ ഈ അമാവാസ്യ ഒന്നും നോക്കുന്നില്ലേ, നിങ്ങൾ ഈ ഭക്ഷണ പാനീയങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ചിട്ടവട്ടമൊന്നും
ഇല്ലേ? അങ്ങനെ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, അയ്യോ അത് ദൈവത്തിന്റെ പ്രമാണമാ. ആ അനുഷ്ഠാനങ്ങളെ ലംഘിച്ചാൽ എന്തുണ്ട്? നിങ്ങൾക്ക് ദൈവസ്ഥലിൽ ശിക്ഷ, ഉറപ്പാ ശിക്ഷ എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് നമ്മളെ വിധിക്കാൻ തുടങ്ങുന്നു. എന്ത് വിധിക്കാൻ? ശിക്ഷ. ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ നിലപാട് ഉറച്ചതായിരിക്കണം. അതിന്റെ ആവശ്യമില്ലല്ലോ. അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, നിഴലിനല്ലല്ലോ പ്രാധാന്യം, പിന്നെ പൊരുളിനാണല്ലോ പ്രാധാന്യം. ഞങ്ങളുടെ ക്രിസ്തുവാകുന്ന പൊരുൾ വെളിപ്പെട്ടു. കാൽവരി ക്രൂശിൽ അവൻ നടത്തിയ ജയോത്സവം ഉണ്ടല്ലോ, അവൻ ആരെ തോൽപ്പിച്ചിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഇനി ഒരു കുറ്റപത്രമാരും ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവനോട് മരിച്ചടക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ മേലുള്ള കുറ്റപത്രം പൂർണ്ണമായി നീങ്ങിയിട്ട് ഞങ്ങൾ പുതുമനുഷ്യരായി ജീവിക്കാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഞങ്ങളുടെ അടുത്ത് ദൈവം ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്തണമെന്ന് തിരിച്ചു മറുപടി കൊടുക്കുവാനുള്ള പക്വതയും പരിജ്ഞാനവും സഭ പ്രാപിച്ചു. അപ്പോൾ ആരും മാനം ചുരുട്ടി ഓടും. നിഴലും കൊണ്ട് നടക്കുന്നവര് ഓടും. ഇപ്പൊ തിരിച്ചാ സംഭവിക്കുന്നത്. നിഴലും കൊണ്ട് നടക്കുന്നവര് പൊരുളിനെ പേടിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം പൊരുളിന്റെ യഥാർത്ഥ പൊരുളിന്റെ പൊരുൾ അറിയാതെ പോകുന്നുണ്ട്. പൊരുളാണ് ക്രിസ്തു, ക്രിസ്തുവൻ. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ ആ വെളിപ്പാടും ദർശനവും ഇല്ലെങ്കിൽ നിഴലും കൊണ്ട് നടക്കുന്നവർ എന്തോ? നിഴലും കൊണ്ട് നടക്കുന്നവർ ആരൊക്കെയാ? അമാവാസി, ശബത്ത്, ഭക്ഷണപാനീയം, അതെ ഇന്ന വക ആചാരങ്ങൾ, ഇന്ന വക അനുഷ്ഠാനങ്ങൾ, ഇതൊരു കൂട്ടൽ. അയ്യോ അവരറിഞ്ഞില്ല, അവർക്ക് മനസ്സിലായില്ല. ഇത് ഓൾറെഡി ഈ ചാർജിനെ ക്യാൻസൽ ചെയ്യിച്ചത്. എന്നിട്ട് പറയുകയാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വേറൊരു അവസ്ഥയും കൂടി ഉണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇനിയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ചിന്തിച്ചപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അസെറ്റിക് ലിവിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കഠിനവ്രതം നമ്മുടെ ശരീരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ശരീരത്തെ നാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴ്മയായി ധരിച്ചുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അവരുടെ ജഡമനസ്സ് ചീർക്കുകയാണ്. എന്നിട്ട് അവരെ എല്ലാ കാര്യങ്ങളും, അതാണ് 20-ാം വാക്യത്തിൽ പിന്നെ പറയുന്നത്, പിടിക്കരുത്, രുചിക്കരുത്, എല്ലാത്തിനും വിലക്കാം, വിവാഹം കഴിക്കരുത്, ഇന്നത് ചെയ്യരുത് എന്നുള്ള മാനുഷികമായ കൽപ്പനകൾ കൊണ്ടുവന്ന് അതുകൊണ്ട് ദൈവമക്കളുടെ നടുവിൽ വെച്ച് ഒരു പുതിയ ആചാര അനുഷ്ഠാന സഭയ്ക്കകത്ത് കയറ്റാൻ, അത് ഇന്ന് നല്ലപോലെ നമ്മുടെ നാടുകളിലെ സഭയ്ക്കകത്ത് നയപ്രമാണത്തിന്റെ ആചാരങ്ങളെ അല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, താഴ്മത, കപടമായ താഴ്മ. അതെന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. യാഥാർത്ഥ്യം ക്രിസ്തുവാണ്. ഇനി കുറെ ആൾക്കാരുടെ പ്രശ്നം കേട്ടോ, സ്വന്തം ദർശനങ്ങൾ കേട്ടോടെ. ഇനി നമ്മളെല്ലാവരും പറഞ്ഞേ, സ്വർഗീയ ദർശനവും സ്വന്തം ദർശനവും. അപ്പോസ്തലനായ പൗലോസ് കണ്ടത് സ്വന്തം ദർശനമല്ല, സ്വർഗീയ ദർശനം. പറഞ്ഞേ, സ്വർഗീയ ദർശനം. ഇവിടെ ഇപ്പൊ ഇനി കൊലോസ്യയിലെ ദുരുപദേശക്കാരുടെ ദർശനം സ്വന്തം ദർശനം. അപ്പൊ ഇതിനെ വിവേചിക്കാനുള്ള ഒരു വലിയ കഴിവ് നമുക്കുണ്ടായിരിക്കണം. എന്താണ്? സ്വർഗീയ ദർശനവും സ്വന്തം ദർശനവും തമ്മിൽ തിരിച്ചറിയണം. ഇന്ന് പലയിടത്തും ആൾക്കാർ മിടുക്കരാകുന്ന സ്വർഗീയ ദർശനത്തിലല്ല, സ്വന്തം ദർശനം. അപ്പോസ്തലൻ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ വരെ ഫേലിക്സ് എന്ന ഗവർണറും ഫെസ്തോസ് എന്ന ഗവർണറുടെ മുമ്പിൽ ആയിരക്കണക്കിന് പുരുഷാരം തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ തനിക്ക് സ്വർഗീയ ദർശനം പറയാൻ ഒരു മടിയുമില്ലായിരുന്നു. താൻ ഉയർത്തിപ്പിടിച്ചു. പക്ഷേ കൊലോസ്യ സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത കേൾക്കണോ? അവര് സ്വർഗീയ ദർശനമല്ല പറയുന്നേ, സ്വന്തം ദർശനം. ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചോണം. സ്വന്തം ദർശനത്തിൽ എന്താണ് അവരുടെ പ്രത്യേകത? അവര് സ്വന്തം ദർശനങ്ങളിൽ ആശ്രയിച്ച്. അപ്പോസ്തലൻ എങ്ങനെയായിരുന്നു? സ്വർഗീയ ദർശനത്തെ അനുസരിക്കുക ചെയ്തത്. ഇവിടെ എന്തോ പ്രത്യേകത? ഇവിടെ സ്വന്തം ദർശനങ്ങളില് ആശ്രയിക്കുക. എന്നിട്ട് കേട്ടോണേ, ജഡത്തിൽ ദുരഭിമാനം പൂണ്ട്. അപ്പോസ്തലൻ എവിടെ അഭിമാനം കണ്ടെത്തിയേ? ക്രിസ്തുവിൽ ആശ്രയം, ക്രിസ്തുവിലുള്ള അഭിമാനം കണ്ടെത്തിയപ്പോൾ ഇവിടെ എന്തുവാണ്? സ്വന്തം ശരീരത്തിന്റെ നിയന്ത്രണത്തിൽ, സ്വന്തം ശരീരത്തിൽ ചെയ്യുന്ന ചട്ടങ്ങളിൽ, ആ കൃത്യനിഷ്ഠയിൽ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ കുറച്ചുകൂടെ ദണ്ഡിപ്പിച്ച് കൊള്ളാവുന്നതാക്കി തീർക്കുന്ന പ്രക്രിയയിൽ എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ? അവര് ദുരഭിമാനം കൊണ്ട്. പക്ഷെ ദൈവമക്കളും ശ്രദ്ധിച്ചേ,
ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സ്വഭാവ രൂപീകരണം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഭിമാനമോ ദുരഭിമാനമോ നമ്മൾ കണ്ടെത്തുവോ? നമ്മുടെ മുഴുവൻ പ്രശംസയും നമ്മുടെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ നമ്മൾ അതിന്റെ പുകഴ്ച കൊടുക്കുന്ന ആർക്കാ? കർത്താവിനോട് പറയും, ദൈവം ഇത് ഒരിക്കലും മാറാത്ത സ്വഭാവമായിരുന്നു, പക്ഷെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയോടുള്ള ജീവിത നിമിത്തം, ആ മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്ന നിമിത്തം ഞാൻ പോലും അത്ഭുതപ്പെടുക, എന്റെ സ്വഭാവം മാറിപ്പോയി. ഒരു അഭിമാനവും നമ്മൾ എടുക്കത്തില്ല, ഒരു പുകഴ്ച എടുക്കത്തില്ല. കേട്ടോണം, ഒന്നുകൂടെ ഞാൻ പറയാം, സ്വർഗീയ ദർശനവും സ്വന്തം ദർശനവും നമ്മൾ തിരിച്ചറിയും. ക്രിസ്തുവിനുള്ള ആശ്രയവും സ്വന്തം ആശ്രയവും നമ്മൾ തിരിച്ചറിയുക. ഒന്നുകൂടെ പറയാം, സ്വർഗീയ ദർശനമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കും, സ്വന്തം ദർശനമുള്ളവൻ തന്നിൽ തന്നെ ആശ്രയിക്കും. ആദ്യത്തെ അപ്പോസ്തലൻ വ്യക്തമാക്കുന്ന ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്വന്തം ദർശനങ്ങളിൽ ആശ്രയിച്ച് ജഡത്തിൽ ദുരഭിമാനം പൂണ്ട് ശിരസായവനിൽ മുറുകെ പിടിക്കാതെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മുറുകെ പിടിക്കാതെ, കപട വിനയത്തിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുന്ന ഒരാളും നിങ്ങളെ പ്രതിഫലം വിരുദ്ധ തെറ്റിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതിഫലം നേടുന്നതിന് അയോഗ്യരാക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഭാഗം നിർത്താം. ഇത്രയും പറഞ്ഞു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ചിന്തിക്കാമല്ലോ, സമയമുണ്ടല്ലോ, ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. ഈ വിധത്തിൽ സ്പിരിച്വൽ റൂളേഴ്സിനെയും അതോറിറ്റിയെയും ഡിസാം ചെയ്തു എന്നിട്ട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ഓർത്തോണം, യഥാർത്ഥമായത് അതെ എന്താ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് പറയുകയാണ്, ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് സ്വയം ത്യജിക്കുന്ന ഒരു കപട താഴ്മയും വിനയവും, ശരീരത്തെ കർശനമായ ദണ്ഡിപ്പിച്ചുകൊണ്ട് സ്ട്രിക്ട് റൂൾസ് കൊണ്ടുവന്ന് അതെ ഭക്തി കൊണ്ടുവരുന്ന സ്വന്തം ദർശനങ്ങൾ, ദൂതന്മാരെ ആരാധിക്കുന്ന ദർശനങ്ങൾ, സ്വന്തമായ ദർശനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ വാക്കുകൾ ഇവിടെ നിർത്താം, സ്വർഗീയ ദർശനം പ്രാപിച്ചതിനടുത്ത് സ്വന്തം ദർശനം ചെലവാകുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോണം, ഞങ്ങൾക്ക് സ്വന്തം ദർശനമല്ല വേണ്ടത്, സ്വർഗീയ ദർശനം. അപ്പോസ്തലന്റെ അടുത്ത് എന്താ ഈ വകയൊന്നും ചെലവാകാനത്? കാരണം അപ്പോസ്തലൻ പ്രാപിച്ചിരിക്കുന്നത് സ്വർഗീയ ദർശനം. മതഭ്രാന്തി പിടിച്ച മനുഷ്യൻ, നസ്രായ മതത്തോട്, നസ്രായ മതമല്ല, ക്രിസ്തു സഭയെ നസ്രായ മതമെന്ന് മാത്രം വിശേഷിപ്പിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പറയാണ്, വിചാരിക്കുന്ന പോലെ ചെയ്യാൻ കരുത്തുണ്ടായിരുന്നവൻ. പക്ഷെ ഒരു നിമിഷം വന്നു, വിചാരിച്ചത് ചെയ്യാൻ പറ്റിയത് മാത്രമല്ല, കണ്ണിന്റെ കാഴ്ച പോലും, അത്യന്തമായ വെളിച്ചം കണ്ണിലേക്ക് പ്രകാശിച്ചിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. കേൾക്കുവാൻ മാത്രം കഴിഞ്ഞു, ആ അത്യന്തമായ വെളിച്ചം തന്നെ അതെ കാഴ്ച നഷ്ടപ്പെട്ടവനാക്കി 3 ദിവസം ഇരുത്തി. ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ഒരു മനുഷ്യനെ ദൈവത്തിന്റെ ദർശനത്തിലേക്ക് നയിക്കുവാൻ, ഒരു മനുഷ്യന്റെ സ്വന്തം വിചാരത്തിൽ നിന്ന്, മതഭ്രാന്തിൽ നിന്ന്, നയപ്രമാണം എന്ന ദൈവം നീക്കിയ ദൈവത്തിന്റെ പദ്ധതി നീക്കി മാറ്റിയതിനെ വീണ്ടും മുറുകെ പിടിച്ച ഒരു മനുഷ്യനെ, ക്രിസ്തുവിനെ ശത്രുവായും ന്യായപ്രമാണത്തെ മിത്രമായും കണ്ടവനെ, ക്രിസ്തുവിനെ മിത്രമാക്കി ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനങ്ങളെ ശത്രുവാക്കി, അത് ശത്രുത്വം എന്ന് മനസ്സിലാക്കി സ്വർഗീയ ദർശനം കൊണ്ട് അടിമുടി മാറ്റം വരുത്തിയ ആ ദൈവത്തിന്റെ മഹനീയമായ പ്രവൃത്തി നമ്മളിലും നടന്നതോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാലങ്ങളിൽ നടക്കേണ്ടത് സ്വന്തം ദർശനങ്ങളുടെ കാഴ്ചപ്പാടിലല്ല, സ്വർഗീയ ദർശനങ്ങളോടുള്ള അനുസരണം ഉണ്ടാകുവാൻ, ആശ്രയം ഉണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാൽവരി ക്രൂശിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടുണ്ടാകും. കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഇന്നും മതങ്ങൾ പറയുന്നു, അയ്യോ അയ്യോ ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാൽവരി ക്രൂശിന്റെ ജയോത്സവം മനസ്സിലാക്കാത്തത് ഇന്നും ആണ്ടുതോറും അയ്യം വിളിക്കുമ്പോൾ കാൽവരി ക്രൂശിലെ ജയം മനസ്സിലാക്കിയവർ പറയും, അത് പരസ്യമായ കാഴ്ചയായ യേശുവല്ല, പിന്നെയോ നയപ്രമാണത്തിന്റെ അധികാരങ്ങളെയും വാഴ്ചകളെയും നിരായുധരാക്കി, ആയുധം താഴെ വെപ്പിച്ച് അവരെ ഏതുമില്ലാതാക്കി, ഒന്നും ചെയ്യാൻ കഴിയാത്തവരാക്കി കർത്താവ് വിളിച്ചു. അതുകൊണ്ടല്ലേ കർത്താവ് വിളിച്ചു പറഞ്ഞേ സകലവും നിവൃത്തിയായെന്ന്.
ഒന്നും ചെയ്യാൻ കഴിയില്ല അതിൽ കർത്താവ് അങ്ങനെ പറയത്തില്ലല്ലോ. എല്ലാ ആ ക്രൂശിൽ കിടന്നുകൊണ്ടും രക്ഷിപ്പാനും അതെ തന്റെ അപ്പുറം ഇപ്പുറം കിടന്ന കള്ളന്മാരിൽ ഒരുവൻ വിശ്വസിച്ചപ്പോൾ അവനെ പറുദീസയിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തവനെ രക്ഷിക്കുകയും കാൽവരി ക്രൂശിന്റെ കീഴിൽ അതെ ഉള്ള ഒരു തലമുറയിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുവാൻ രക്ഷയുടെ പൂർണ്ണത വരുത്തിക്കൊണ്ട് യേശു കാൽവരിയിൽ വിളിച്ചു പറഞ്ഞു, സകലവും നിവർത്തിയാണ്. അല്ലാതെ യേശു ഒന്നും അപൂർണമാക്കിയിട്ടല്ല തന്റെ ജീവനെ തന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിച്ച് ജീവൻ വെടിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ദൈവം ഒന്ന് ധ്യാനിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവമേ സ്വന്തം ദർശനങ്ങളുടെ പുറകെ ഓടുന്നവരാണോ അതോ സ്വർഗീയ ദർശനത്തോട് അനുസരണം കാണിക്കുന്നവരാണോ? സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവർക്കുള്ള ഒരു അവസരമാണ് സ്വർഗീയ ദർശനത്തോട് അപ്പോസ്തലനായ പൗലോസ് കാണിച്ച പോലുള്ള അനുസരണം കാണിക്കാൻ. സ്വർഗീയ ദർശനത്തോട് ആരനുസരണം കാണിക്കുന്നോ അവർ തലയെ മുറുകെ പിടിക്കും. സ്വന്തം ദർശനമുള്ളവരുടെ പ്രത്യേകത കേട്ടോ, അവരൊരിക്കലും ശിരസിനെ മുറുകെ പിടിക്കും. അവരുടെ ശരീരത്തെ മുറുകെ പിടിക്കും, അവരുടെ അഭിമാനത്തെ മുറുകെ പിടിക്കും. ആ അഭിമാനം പിന്നീട് ദുരഭിമാനമായി മാറും. എന്നാൽ സ്വർഗീയ ദർശനം പ്രാപിച്ച ഓരോരുത്തരും ദുരഭിമാനികളാകത്തില്ല. അവര് അപമാനങ്ങളെ അലക്ഷ്യമാക്കാൻ പഠിക്കും. അവരനുസരണമുള്ളവരായി തീരും. അവർ സ്വന്തത്തിൽ ആശ്രയിക്കത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കും. അവരുടെ സ്വഭാവത്തിന്റെ മാറ്റങ്ങളും ജീവിതത്തിന്റെ രൂപാന്തരത്തിനും അവർക്ക് മഹത്വം കൊടുക്കാൻ ഒരാൾക്കേ കാണത്തുള്ളൂ. മുന്തിരിവള്ളിയായ യേശുവിനോടൊപ്പം കൊമ്പുകളാകുന്ന ഞങ്ങൾ വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് കൊള്ളാവുന്നതായി തീരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മഹത്വം കൊടുക്കും. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാണ്.